രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടെൻഷൻ അതിലേക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളതല്ലേ. അപ്പോൾ ഇതേപോലെ വെറും 10 മിനിറ്റിനുള്ളിൽ കറി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ സമയം കളയണേ അല്ലേ. ആ കുതിർത്തെടുത്തിട്ടുള്ള നമ്മുടെ ചെറുപയറെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ, ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിതാ ഇതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി ചെറുപയർ കുതിർത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചധികം തന്നെ വിസിലടുപ്പിച്ചെടുത്താൽ മതി. ചെറുപയർ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ 4 വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷർ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും നല്ല തിക്കായിട്ടുള്ള ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്നിങ്ങനെ തിള വരുന്ന ആ ഒരു സമയത്തുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്താൽ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനുമാണ്. പിന്നെ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പച്ചമുളക് 2 ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുപയർ കറി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ എങ്ങനെയാ, സംഭവം ഈസി അല്ലേ.